നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 22-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 8-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ്. വ്യാഴാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രമായി വന്നിരിക്കുകയാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിലുള്ള പ്രത്യേകത എന്താണ്? പൂരുരുട്ടാതി വ്യാഴദശയിലാണ് ജനിക്കുന്നത്. അപ്പോൾ വളരെ വ്യാഴവുമായിട്ട് ബന്ധമുള്ള നക്ഷത്രമാണ് പൂരുരുട്ടാതി. അപ്പോൾ ഇന്ന് നല്ല നക്ഷത്രവും നല്ല ദിവസവുമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ്. വ്യാഴം ധനകാരകനും കൂടിയാണ്, ഗുരുവാണ്, എല്ലാം തരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഓരോ കാര്യത്തിന് പോവുക. നിങ്ങൾക്ക് വളരെ വിജയസാധ്യത ഉണ്ടാവും, അതിന് സംശയം വേണ്ട. അപ്പം ഇന്ന് നല്ല ദിവസമാണ്. ശരിക്ക് ഇടവ മാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് വ്യാഴാഴ്ചയും കൂടി കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇരട്ടി മധുരമായിരിക്കും. നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും, ഒന്നിന് ഒരു സംശയം വേണ്ട. പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടം വരും. മുടങ്ങിക്കിടക്കുന്ന ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. ഊഹ കച്ചവടങ്ങളിലോ ഷെയർ മാർക്കറ്റിലോ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അപ്രതീക്ഷിത നേട്ടം വരും. സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തിച്ചേരും. ഐശ്വര്യപ്രദമായ അവസ്ഥ നമുക്ക് വന്നു ചേരും. അത്രയ്ക്ക് പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ് നമുക്കെന്നറിയുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തരും മഹാഗുരു. ലക്ഷം ദോഷം ഗുരുകന്തി. വ്യാഴം നമുക്കെല്ലാം തരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ശരിക്ക് പ്രാർത്ഥനയോടുകൂടി വ്യാഴം ഓരോന്ന് തരുമ്പോഴും ഗുരുവിനാൽ കിട്ടിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കി എളിമയോടുകൂടി പ്രൊമോഷനാവട്ടെ മറ്റ് സാമ്പത്തിക നേട്ടം വരുമ്പോൾ അഹങ്കരിക്കാതെ പോകണം. അതുപോലെ ഗുരുത്വമുള്ളവരെ, ഗുരുക്കളായിട്ടുള്ള ആൾക്കാരെ, പ്രായം ചെന്നവരാവട്ടെ, അവർക്ക് എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കുകയും അവരെ പോയി കാണുകയും അവരുടെ അനുഗ്രഹം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അധിക ഗുണഫലത്തെ തരാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ദിവസമാണ്, നല്ല ഐശ്വര്യപ്രദമായ ദിവസമാണ്, വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ദിവസമാണ്. പക്ഷേ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. വ്യാഴാഴ്ച കലണ്ടറിൽ 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:30 തൊട്ട് 3 മണി വരെ അല്ല രാഹുകാല സമയം. രാഹുകാലം കുറച്ച് ലേറ്റായിട്ടേ തുടങ്ങുകയുള്ളൂ. 1:55 തുടങ്ങുകയുള്ളൂ. 25 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 3 മണിക്ക് തീരത്തില്ല. 3 മണി 29 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയത്ത് ശുഭയാത്രയ്ക്ക് എടുക്കരുത്. നല്ല ദിവസമാണെന്ന് പറഞ്ഞു, മാക്സിമം ഓടുക, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക. അത് നല്ല ദിവസം ചെയ്യുന്നതെല്ലാം നല്ലതായി കലാശിക്കും. അതുപോലെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാലവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം വരുന്നത് രാവിലെ 9:14 തൊട്ട് 10:47 വരെയും യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് യമകണ്ഠകാല സമയം 6 തൊട്ട് 7:40 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 11:57 തൊട്ട് 12:45 വരെ തന്നെയാണ്. ഈ സമയം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം. പക്ഷേ നല്ലത് തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസമായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നില്ല. ഇന്നും ഓരോ ശുഭ ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് വസ്ത്രധാരണവും കൂടി ശ്രദ്ധിക്കുക. മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതുക. അല്ലാത്തവർ കുറി തൊടുന്നവരാണെങ്കിൽ ശരിക്ക് ചന്ദനം തൊടുന്നത് ഏറ്റവും ഭാഗ്യദായകമാണ്. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാണ്. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.